നമ്മുടെ 100 ദിവസത്തെ വെൽത്ത് മാസ്റ്റർ പ്ലാനിന്റെ ആദ്യത്തെ ദിവസത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഈ യാത്ര ഒന്നിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൂടുതൽ വ്യക്തതയോടെയും ആവേശത്തോടെയും അടിത്തറ ഉറപ്പിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നാണ്. പണക്കാരനാകുക എന്നതൊരു ഭാഗ്യമല്ല, അതൊരു കൃത്യമായ പ്ലാനിങ്ങും ചിന്താഗതിയുമാണ്. ഇന്ന് നമ്മൾ ആ യാത്രയുടെ ആദ്യ ചുവട് വയ്ക്കുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, വെൽത്ത് മാസ്റ്റർ പ്ലാനിന്റെ 1-ാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഇന്ന് എത്ര പണം സമ്പാദിക്കുന്നു എന്നതല്ല, പണത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിന്തകളാണുള്ളത് എന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തീരുമാനിക്കുന്നത്. ഉള്ളിലെ പണത്തെക്കുറിച്ച് ഒരു തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് മണി ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ബ്ലൂ പ്രിന്റ് ലക്ഷങ്ങൾ സമ്പാദിക്കാനാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കോടികൾ കൈകൾ വന്നാലും നിങ്ങൾ അറിയാതെ അത് നഷ്ടപ്പെടുത്തി കളയും, പഴയ നിലയിലേക്ക് മടങ്ങും. ഇന്ന് നമ്മൾ ആ ബ്ലൂ പ്രിന്റ് മാറ്റാൻ പോവുകയാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടുവന്ന കാര്യങ്ങളാണ് നമ്മുടെ മണി ബ്ലൂ പ്രിന്റ് നിർമ്മിക്കുന്നത്. പണം അഴുക്കാണ്, പണക്കാരെല്ലാം ദുഷ്ടന്മാരാണ്, പണം മരത്തിൽ മുളയ്ക്കുന്നില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളുടെ അബോധ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയാൽ അത് നിങ്ങളുടെ പണത്തെ ആകർഷിക്കുന്നതിനെ തടയും. പണം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മനസ്സറിയാതെ അതിനെ പ്രതിരോധിക്കും. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവൻ ഉള്ളിൽ പണത്തോടോ പേടിയോ വെറുപ്പോ ഉണ്ടാവരുത്. ഈ വൈരുദ്ധ്യമാണ് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പ്രപഞ്ചം നിങ്ങളിലേക്ക് പണം എത്തിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചല്ല, മറിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചാണ്. നിങ്ങൾ പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എനിക്ക് പണക്കാരനാകണം എന്ന് പറയുന്നതിന് പകരം ഞാൻ പണത്തിന് അർഹനാണ് എന്ന് വിശ്വസിച്ചു തുടങ്ങണം. ഭയത്തിന് പകരം സമൃദ്ധിയുടെ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കണം. പ്രപഞ്ചം ഒരു ബാങ്ക് പോലെയാണ്. നിങ്ങൾ എന്ത് നിക്ഷേപിക്കുന്നു അത് പലിശ സഹിതം തിരികെ തരും. ശാസ്ത്രീയമായി ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം. നമ്മുടെ തലച്ചോറിന് ചിന്തകളെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇന്നു മുതൽ പഴയ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പുതിയ പോസിറ്റീവ് ചിന്തകൾ നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. പണം എന്നത് സ്വാതന്ത്ര്യമാണ്, നന്മ ചെയ്യാനുള്ള ഇന്ധനമാണ്. ആ ഇന്ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഇന്ന് പ്രഖ്യാപിക്കുക. ഇന്നത്തെ പ്രായോഗിക ആക്ഷൻ ഇതാ: ഒരു ഡയറി എടുക്കുക. പണത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള 3 നെഗറ്റീവ് ചിന്തകൾ എഴുതുക. എന്നിട്ട് അവ വെട്ടിക്കളഞ്ഞ് അതിന് താഴെ 3 പോസിറ്റീവ് അഫർമേഷനുകൾ എഴുതുക. പണം നല്ലതാണ്, അതെന്റെ ജീവിതത്തിൽ സമൃദ്ധി നിറയ്ക്കുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ധാരാളം പണം സമ്പാദിക്കാനും അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും ഞാൻ അർഹനാണ്. ഓർക്കുക, ഈ 100 ദിവസത്തെ യാത്രയിൽ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉപകരണം. ആയുധം മൂർച്ച കൂട്ടുന്നതാണ് യുദ്ധം. ജയിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഇതാണ്. ഇന്ന് നിങ്ങൾ ആ പ്രക്രിയ തുടങ്ങി കഴിഞ്ഞു. വീണ്ടും നാളെ കാണാം. താങ്ക് യു.